ഈശോയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കാണാതെ അറിയാവുന്ന, ഒട്ടുമിക്ക പേർക്കും തീർച്ചയായിട്ടും അറിയാവുന്ന സങ്കീർത്തനമായിരിക്കും 91 സങ്കീർത്തനം. അത്യുന്നതൻ്റെ സംരക്ഷണം അല്ലേ. കാണാതെ അറിയാം, എത്രയോ വചനങ്ങൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, പല സിറ്റുവേഷനിലൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, പ്രാർത്ഥിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വചനമാണ്. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവൻ, സർവ്വശക്തൻ്റെ തണലിൽ കഴിയുന്നവൻ. നമ്മുടെ നമ്മുടെ ഏറ്റവും നല്ല ജീവിതത്തെക്കുറിച്ചാണ് സങ്കീർത്തകൻ ആ ഒരൊറ്റ വാക്യത്തിൽ പറയുന്നത്. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ, സർവ്വശക്തൻ്റെ തണലിൽ. അങ്ങനെ ജീവിക്കുന്ന ഒരുവൻ അവൻ്റെ വിശ്വാസ പ്രഖ്യാപനം എങ്ങനെയായിരിക്കും? ആ വ്യക്തിയുടെ വിശ്വാസ പ്രഖ്യാപനം, കർത്താവ് എൻ്റെ ദൈവമാണ്, എൻ്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ശക്തിദുർഗമാണ്. ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് ശക്തി നൽകുന്ന ഏറ്റവും പവർഫുള്ളായ സങ്കീർത്തനങ്ങളൊക്കെ ഒരെണ്ണം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 150 സങ്കീർത്തനങ്ങളിൽ നിന്ന് എടുത്ത് പറയാനുള്ള ഒരെണ്ണമായിരിക്കണം 91 സങ്കീർത്തനം. ഈ 91 സങ്കീർത്തനം പോലെ തന്നെ ഈ സംരക്ഷണ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു സങ്കീർത്തനം 34 സങ്കീർത്തനം. നിങ്ങൾക്ക് വേറെ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഒരു പ്രൊട്ടക്ഷൻ പ്രെയർ, സംരക്ഷണ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സങ്കീർത്തനങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ശുശ്രൂഷയൊക്കെ കൂടുന്നവർക്ക്, ഇത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അത് കൂടുതൽ ഉപകാരപ്പെടും. 91 സങ്കീർത്തനം, ഒപ്പം തന്നെ 34 സങ്കീർത്തനം. ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്ന ഈ 91 സങ്കീർത്തനത്തിലെ വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ഈ ഈശോ ആരോടെ ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ അത്യുന്നതൻ്റെ സംരക്ഷണം ആർക്കാണ് കിട്ടുന്നതെന്ന് സങ്കീർത്തകൻ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. 91 അവസാനമേ ഈ 14, 15, 16 വാക്യങ്ങളൊക്കെ ഒന്ന് വായിക്കണം. ആരോടാണ് ഈ സ്നേഹം കർത്താവ് കൂടുതൽ കാണിക്കുക, ആർക്കാണ് കർത്താവ് ഈ സംരക്ഷണം കൊടുക്കുക എന്ന് അവിടെ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അതായത് സ്നേഹത്തിൽ എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവന്, അവനാണ് ഈ സംരക്ഷണം കിട്ടുന്നത്, അവൾക്കാണ് ആ സംരക്ഷണം കിട്ടുക. കർത്താവ് ഈ ഒരു ബ്യൂട്ടിഫുൾ സങ്കീർത്തനം നമുക്ക് തന്നപ്പോൾ ഒരു വലിയ ബോധ്യം തരാണ്. നിങ്ങളിത് 100 തവണ വായിച്ചാൽ പോരാ, നിങ്ങൾ കാണാപ്പാടം പഠിച്ചാൽ പോരാ, നിങ്ങളിത് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നാൽ മാത്രം പോരാ. നിങ്ങൾക്ക് ഈ സംരക്ഷണം കിട്ടണമെങ്കിൽ എന്നാ ചെയ്യണം? ഇപ്പോൾ നമ്മൾ നോക്കിയേ, ഈശോയെ ഞാൻ ഈ സങ്കീർത്തനം മുഴുവൻ കാണാതെ പഠിച്ചു, ഞാനതൊക്കെ പ്രാർത്ഥിക്കുന്നു, എനിക്ക് എന്നിട്ടും ഭയങ്കര പ്രശ്നവും സങ്കടമൊക്കെ പേടിയൊക്കെ ആണല്ലോ, സംരക്ഷണമൊന്നും കിട്ടുന്നില്ലല്ലോ. ബോധ്യം പരിശുദ്ധാത്മാവ് വചനത്തെ കൂടെ തരികയാണ്. ആർക്കാ സംരക്ഷണം കിട്ടുക? 14 വാക്യം മുതൽ വായിച്ചു നോക്കണം. സ്നേഹത്തിൽ എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവനാണ്. ആ ഒരു വ്യക്തിയാണ് ശരിക്കും അത്യുന്നതൻ്റെ സംരക്ഷണത്തിലും സർവ്വശക്തൻ്റെ തണലിലും കഴിയുന്നത്. അങ്ങനെ കഴിയുന്ന ഒരാളെക്കുറിച്ച് അടുത്ത വചനം ഇങ്ങനെയാണ്: അവനോട് ദൈവവും ചേർന്ന് നിൽക്കുക മാത്രമല്ല, അവനെ മഹത്വപ്പെടുത്തും, അവളെ മഹത്വപ്പെടുത്തും. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമുക്ക് ഈ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു വെല്ലുവിളിയും കൂടെ ആയിരിക്കണം. എൻ്റെ ഈശോയെ, ഞാൻ ഈ വചനമൊക്കെ വായിക്കുന്നു, വചനമൊക്കെ കേൾക്കുന്നു, ഞാൻ സ്നേഹത്തിൽ അങ്ങയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഉണ്ടോ? ഉത്തരം പറയണം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചേർന്ന് നിന്നില്ലെങ്കിൽ പിന്നെ ഈ സംരക്ഷണവും നിഴലും പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല. ഈശോയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഈശോയും ചേർന്ന് നിൽക്കുന്നു, സംരക്ഷണം നൽകുന്നു, ഒരു കോട്ട കെട്ടി സംരക്ഷിക്കുന്നു, കർത്താവ് ശക്തിദുർഗമായിട്ട് കൂടെ നിൽക്കുന്നു. സ്നേഹത്തിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നയാളെ കർത്താവ് മഹത്വപ്പെടുത്തും. ഇന്ന് ഈ വചനം കേട്ടവർ ഈ 91 സങ്കീർത്തനം ഉറപ്പായിട്ട് ഒന്നുകൂടെ ഇന്ന് വായിക്കണം, 34 സങ്കീർത്തനം വായിക്കണം കേട്ടോ. ഇന്നൊരു ദിവസം എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടും ഈ 2 സങ്കീർത്തനങ്ങൾ വായിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ സംരക്ഷണ പ്രാർത്ഥനയായിട്ട്, സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന, പ്രാർത്ഥനകൾക്ക് ഉപയോഗിക്കുന്ന സങ്കീർത്തനമായിട്ടൊക്കെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വായിച്ച് പരിചയം, കേട്ട് പരിചയമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്നിട്ടേ. അച്ഛൻ ഈ സമയം നിങ്ങൾക്ക് ഒരു ആശീർവാദം തരാൻ പോവാണ്. സങ്കീർത്തനം 91 സങ്കീർത്തനം 34 എല്ലാ വചനത്തിൻ്റെ അഭിഷേകം ഈശോയെ അങ്ങയുടെ പ്രിയപ്പെട്ട മകന്, പ്രിയപ്പെട്ട മകൾക്ക് ഇപ്പോൾ കൊടുക്കണമേ. ഈ വചനം കേട്ടത്, ഈ വചനം ശക്തിപ്പെടുത്തിയത്, ഈ വചനം വായിച്ചത് കർത്താവെ കൃപയാക്കി മാറ്റണമേ. ഈശോയെ, അനേകം മക്കൾക്ക് ഈ വചനം ഒരു ശക്തിയായിട്ട് മാറട്ടെ. ഇന്ന് കടന്നു പോകുന്ന വേദനകൾ, ഒറ്റപ്പെടലുകൾ, സംരക്ഷണമില്ലാത്ത അവസ്ഥ, സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥകളെല്ലാം ഈ സങ്കീർത്തനത്തിലൂടെ വെളിപ്പെട്ട് കെത്തുന്ന അങ്ങയുടെ സാന്നിധ്യവും സ്നേഹവും ഇവരെ പൊതിഞ്ഞു പിടിക്കട്ടെ. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ നീ വസിക്കുക, സർവശക്തൻ്റെ തണലിൽ നീ കഴിയുക, കർത്താവിനോട് നീ ചേർന്ന് നിൽക്കുക. ഈശോയുടെ നാമം നിന്നെ ശക്തിപ്പെടുത്തും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.